പുതിയതരം ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ ആഗ്രഹമില്ലാത്തവരായി ആരുണ്ട്? ഇഷ്ടഭക്ഷണം രുചിക്കാൻ അതിർത്തികൾ താണ്ടി പോകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടതോ അല്ലെങ്കിൽ കേട്ടറിവ് മാത്രമുള്ള ചില രുചികൾ തേടി ദീർഘദൂര യാത്രകൾ നടത്തുക എന്നത് പുതിയ കാലത്തിന്റെ ട്രെൻഡ് ആവുകയാണ്. ഇതര രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ലഘുഭക്ഷണങ്ങൾ ആസ്വദിക്കുന്ന പ്രവണതയാണ് സ്നാക്ക് ടൂറിസം എന്ന പേരിൽ ഇപ്പോൾ ലോകമെമ്പാടും ഹരമായി മാറിയിരിക്കുന്നത്. യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലമാണിത്. അതുപോലെ തന്നെ പല യാത്രകളും ഓരോ ആഗ്രഹ സബലീകരണം കൂടിയാണ്. അങ്ങനെയുള്ള ആഗ്രഹ സബലീകരണങ്ങളിൽ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഓരോ രാജ്യത്തെയും ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക എന്നത്. പഠനങ്ങൾ അനുസരിച്ച് UK-യിലെ യാത്രക്കാരിൽ പകുതിയോളം പേരും യാത്ര ബുക്ക് ചെയ്യുമ്പോൾ മുൻഗണന കൊടുക്കുന്നത് പ്രാദേശിക ഭക്ഷണത്തിനും സന്ദർശിക്കുന്ന രാജ്യത്തെ ലഘുഭക്ഷണത്തിനുമാണ്. ഈ പ്രവണത തന്നെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും യാത്രക്കാരിൽ കാണുന്നതും. ഓരോ രാജ്യങ്ങളിലും തങ്ങളിലേക്ക് യാത്രക്കാരെ ആകർഷിക്കുന്ന വ്യത്യസ്ത സവിശേഷതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ മുൻപന്തിയിലാണ് ഓരോ രാജ്യത്തെയും പ്രത്യേക പലഹാരങ്ങളും. യാത്രകളിൽ ഭക്ഷണം വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പകുതിയിൽ കൂടുതൽ യാത്രക്കാരും തങ്ങളുടെ അവധിക്കാലം ചിലവഴിക്കാനായി തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്തമായ ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, യാത്രക്കാരിൽ പലരും വിദേശത്തു നിന്ന് ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക ബഡ്ജറ്റ് വരെ തയ്യാറാക്കുന്നവരാണ്. സ്നാക്സ് ടൂറിസത്തിന് തുടക്കമിട്ടത് മില്ലിയനിയലുകളായിരിക്കാം, പക്ഷേ ജെൻസി ഒട്ടും പിന്നിലല്ല. ജെൻസി യാത്രക്കാരിൽ പകുതിയോളം പേരും യാത്രകളിൽ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് അവിടുത്തെ പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നതിലാണ്. യാത്രക്കാർക്കിടയിൽ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നതിൽ സോഷ്യൽ മീഡിയയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ രാജ്യത്തെയും ഭക്ഷണങ്ങളെ കുറിച്ച് യാത്രക്കാർ കൂടുതലും അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായത് വഴി കൂടുതൽ ആളുകളും പരീക്ഷിച്ച ഒന്നാണ് ദുബായിലെ കുനാഫ. പരീക്ഷിച്ചവർ എല്ലാവരും ഒരേപോലെ ഇഷ്ടമായ ചോക്ലേറ്റുകളിൽ ഒന്നായിരുന്നു അത്. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി വൈറലായ നിറയെ ലഘുഭക്ഷണങ്ങൾ ഇന്ന് പലരുടെയും ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ്. ഇതുകൊണ്ട് തന്നെ പുതിയതായി ഓരോന്ന് പരീക്ഷിക്കാൻ യാത്രക്കാരുടെ ആവേശവും കൂടുകയാണ്. കാലം മാറുംതോറും ഈ പ്രവണത കൂടി വരാൻ തന്നെയാണ് സാധ്യത. നിങ്ങളുടെ അടുത്ത വിനോദയാത്രയിൽ ആ രാജ്യത്തെ എല്ലാ പ്രധാന ഭക്ഷണങ്ങളും ലഘുഭക്ഷണങ്ങളും പരീക്ഷിക്കാൻ മറക്കണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളും സ്നാക്സ് ടൂറിസത്തിന്റെ ഭാഗമാകും.